മറ്റൊരു ദുഃഖകരമായ കാഴ്ച കാണാം. ഒരു നായ അതിൻ്റെ വീട് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കണം. അത് ആ ഒരു മേഖലയിൽ മുഴുവൻ അതിൻ്റെ പ്രിയപ്പെട്ടവരെ യജമാനെയൊക്കെ തേടുകയായിരിക്കാം. എന്തോ മണത്ത് അതിനടിയിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. ഈ ദുരന്തയിടത്ത് ഇത്തരം കാഴ്ചകൾ നൽകുന്നത് ഒരു സൂചനയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ജീവൻ അതിനടിയിൽ ഉണ്ടായേക്കാമെന്ന സൂചനയാണ്. ഒരുപക്ഷെ നമുക്കറിയില്ല അതെന്താണെന്നുള്ളത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നായകളുടെ സാന്നിധ്യം ഈ ദുരന്തമുഖത്ത് ഉപകാരപ്പെടുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്നിഫർ ഡോഗ്സിനെയൊക്കെ കൂടുതലായിട്ട് ഇവിടേക്ക് കൊണ്ടുവരണം. ഈ ഒരു തെരച്ചിലിന് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നമുക്ക് വീണ്ടും ഈ ഒരു കാഴ്ചകളിലേക്ക് തന്നെ വരാൻ കഴിയും. അത് അവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കാഴ്ച മറയാനുള്ള സാധ്യതയുണ്ട്. ഒരു വനമേഖലയാണ്. അതിൻ്റെ ആ ഒരു വശം, കാടിൻ്റെ ഒരു വശം മുഴുവനായിട്ടും ഇടിഞ്ഞു വീണ് അതിനിടയിലൂടെ ഗതി മാറി ഒഴുകിയ പുഴ ഒഴുകി വരുന്നു. ഇടയിലെല്ലാം വലിയ വലിയ പാറക്കല്ലുകൾ നിറഞ്ഞു കിടക്കുന്നു. ഈ നിമിഷ നേരം കൊണ്ടായിരിക്കും ഈ മലയിൽ നിന്നും ഇത്രയും വലിയ പാറക്കെട്ടുകളും എല്ലാം ഈ ക്ഷണനേരം കൊണ്ട് താഴേക്ക് എത്തി ഈ ആളുകളെ എല്ലാം തന്നെ തുടച്ചു നീക്കിയത്. അത്രമാത്രം ഭീതിതമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ഇന്നലെ വൈകുന്നേരത്തോടെ ഇവിടെ സുരക്ഷിതരായിട്ടുണ്ടായിരുന്നവരെല്ലാം തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഉള്ള ഉദ്യമം ഈ മേഖലയിൽ മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല. കാരണം നമ്മളിപ്പോൾ വന്ന വഴി ഒരു വാഹനത്തിനും കടന്നു വരാൻ കഴിയുന്നതല്ല. വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ എക്സ്കവേറ്ററുകളോ JCBക്കൊക്കെ കടന്നു വരാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മണ്ണ് നീക്കി ഈ വലിയ പാറക്കല്ലുകളൊക്കെ നീക്കി അതിനടിയിൽ പരിശോധന നടത്തുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അത് നിർമ്മിച്ചാൽ മാത്രമേ ഈ തെരച്ചിലിനും ഈ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഉദ്ദേശിക്കുന്ന വേഗത കൈവരികയുള്ളൂ. നിലവിൽ നമുക്കിവിടെ ആരും തന്നെ ഇല്ല ജീവനോടെ എന്ന് ദൗർഭാഗ്യകരമായിട്ട് പറയേണ്ടി വരും. ദുഃഖകരമായ സാഹചര്യം. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പരിമിതികളുണ്ട്. എങ്കിൽ പോലും കഴിയും വിധം സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങി ഈ ഒരു ദുരന്തം ഏറ്റവും നാശമുണ്ടാക്കിയ ഇടത്തെ കൂടുതൽ കാഴ്ചകൾ പകർത്താനാണ് നമ്മളിനി ശ്രമിക്കുന്നത്. എൽദോ. ഉറപ്പായും അനുമോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്ന. മുണ്ടക്കൈ ഭാഗത്താണ് അനുമോദുള്ളത്. ഇന്നലെ ഈ ഭാഗത്തേക്ക് കയറി വരിക ദുഷ്കരമായിരുന്നു. ആ താൽക്കാലിക പാലം വന്നതോടുകൂടിയാണ് അവിടെ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്താനും ഒക്കെ സാധിച്ചത്. ദയനീയമായിട്ടുള്ള കാഴ്ചകൾ അത് വയനാട്ടിലെ മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ അഖിലോട്ടുപാറയാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അനുമോദിനൊപ്പം എന്താണെങ്കിലും ഒരുപാട് കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്ന് കാണാം. അവിടെയൊക്കെ കെട്ടിടങ്ങളായിരുന്നു. ആ കെട്ടിടങ്ങൾക്ക് ഇടയിൽ, ആ കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് പാളികൾക്കടിയിൽ അവിടെ മനുഷ്യജീവനുകളുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമായി തന്നെ നിലനിൽക്കുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ്. വൻ ഉരുൾപൊട്ടലാണ് നമ്മൾ നേരിട്ടത്. ഇതുവരെയും നമ്മൾ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ നമ്മൾ നേരിട്ടിട്ടില്ല. 151 പേരുടെ ജീവനെടുത്തു ഇതുവരെ. 211 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നത്. 3069 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇന്നലെ 481 പേരെയാണ് ആകെ രക്ഷപ്പെടുത്തിയത്. അതിൽ 186 പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഇനി ഇന്നത്തെ ദിവസം അത് കൂടുതലും എത്താൻ കഴിയാത്ത മേഖലകളിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുന്നു. കൂടുതൽ സൈന്യം എത്തുന്നുണ്ട്. 4 സംഘങ്ങളായി ചൂരൽമലയിലും തെരച്ചിൽ നടത്തും. നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 2 ടീം, അത് സൈന്യത്തിൻ്റെ 2 ട്രൂപ്പ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും. അവിടെ ദൗത്യം കൂടുതൽ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കൂടുതൽ സൈന്യത്തെ ഡിപ്ലോയ് ചെയ്യുമെന്ന് റവന്യൂ മിനിസ്റ്റർ വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർ, സേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം, നേവി, NDRF ഇവരെല്ലാവരും ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്നു. സേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ആ ബെയിലി പാലം നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം കൂടുതൽ സൈന്യത്തിൻ്റെ കൂടുതൽ സേനാംഗങ്ങൾ രക്ഷാദൗത്യത്തിനായി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ടീമുകൾ അവിടേക്ക് എത്തിച്ചേരുകയാണ്. സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിനാണ് വയനാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.
അത് രക്ഷാപ്രവർത്തനത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കുക, അതിൽ മനുഷ്യസാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ രക്ഷാപ്രവർത്തകർ, അസംഖ്യാംഗങ്ങൾ.